ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റോഡ് സൈഡ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണം അതേ ടേസ്റ്റുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് തയ്യാറാക്കി കാണിക്കണത്. മസാല ഒട്ടും തന്നെ വിട്ടു പോവാണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു കോളിഫ്ലവർ ഒന്ന് മുങ്ങിക്കിടക്കാൻ വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതൊരു 2-3 മിനിറ്റ് അങ്ങനെ വെക്കാം കേട്ടോ. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ നല്ല ചൂടുള്ള വെള്ളമല്ലേ, ഈ ഒരു കോളിഫ്ലവർ ഇങ്ങനെ വെന്ത് പോകും. ഒരു 2-3 മിനിറ്റ് മാത്രം ഇതൊന്ന് ഈ ഒരു തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അതിന് ശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കാം. അതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് വേണം കേട്ടോ ഈ ഒരു കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലാണ് അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണമൊക്കെ ഒന്ന് വാർന്ന് പോവുള്ളൂ കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് മാത്രമാണ് കേട്ടോ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിന് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ എന്തായാലും ചേർക്കണം കേട്ടോ, എന്നാലും നമുക്കിത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ഇനി 3/4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും അതിന്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ 65 മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരമുറി ചെറുനാരങ്ങ കൂടെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ നീര് കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കോളിഫ്ലവറൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. വെള്ളം കൂടി പോവേണ്ട. 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. പിന്നെ വെള്ളം നനവ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഓയിലൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയിൽ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലത്തെ ആ ഒരു മസാല ഇങ്ങനെ വിട്ടുപോകും. അപ്പോൾ 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നത് വരയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇത് കാണാനുള്ള ആ ഒരു ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു കോളിഫ്ലവറിൻ്റെ മുകളിലുള്ള മസാല ഒട്ടും തന്നെ വിട്ടു പോവാതെയാണ് കേട്ടോ അല്ലാതെ ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.